നമസ്കാരം. വിശ്വാസങ്ങളും ആചാരങ്ങളും. എന്തുകൊണ്ട് കിടക്കയിൽ നിന്ന് വലതുവശം തിരിഞ്ഞ് എണീക്കണം? വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കാനുള്ള പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമെന്ത്? ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആയിരങ്ങളായ വർഷങ്ങളായ ഭാരതീയ ജീവിതത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ചെറിയ ആചാരങ്ങൾക്കും പിന്നിൽ ആഴത്തിലുള്ള ശാസ്ത്രീയവും ആത്മീയമായ ആശയങ്ങൾ നിക്ഷിപ്തമുണ്ട്. അതിൽ പ്രധാനമായൊരു ഘടകമാണ് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കണം എന്ന ആചാരം. ഇന്ന് ചിലർ ഇത് പഴയകാല അന്ധവിശ്വാസമെന്ന് കരുതുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ശരീരശാസ്ത്രം, പ്രാണശക്തി, ഹൃദയ സംരക്ഷണം എന്നിവയെ അടിസ്ഥാനമാക്കിയ ആഴമുള്ള കാരണം നിലനിൽക്കുന്നു. ആയുർവേദ ശാസ്ത്രം പറയുന്നതനുസരിച്ച് മനുഷ്യ ശരീരത്തിലെ ഹൃദയം ഇടതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉറക്കം കഴിഞ്ഞ് പെട്ടെന്ന് ഇടതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഹൃദയത്തിൽ അമർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കുന്നത് ഹൃദയത്തിനും രക്തപ്രവാഹത്തിനും ഏറ്റവും അനുകൂലമായ രീതിയാണ്. അതിലൂടെ ഹൃദയ പമ്പിംഗ് പ്രക്രിയ ക്രമാതീതമാകാതെ രക്തസമ്മർദ്ദം സ്ഥിരതയോടെ നിലനിൽക്കും. ഇതിനൊപ്പം വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കുന്നത് ശരീരത്തിലെ പ്രാണവായുവിൻ്റെ സ്വാഭാവിക പ്രവാഹം നിലനിർത്താനും സഹായിക്കുന്നു. വലതുവശം സജീവമാകുമ്പോൾ ഇടനാഡി എന്നറിയപ്പെടുന്ന പ്രാണവായു പ്രവാഹപഥം പ്രവർത്തനക്ഷമമാകുന്നു. അത് മനസ്സിന് ശാന്തതയും ശരീരത്തിന് ലഘുതയും നൽകുന്നു. ഈ സമതുലിതാവസ്ഥയോടെ ഉണരുമ്പോൾ ദിവസത്തിൻ്റെ തുടക്കം സമാധാനപൂർവമാകും, ഉന്മേഷപൂർവമാകുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ദൃഷ്ടികോണിൽ നിന്ന് നോക്കുമ്പോഴും ഈ ആചാരത്തിന് ശാസ്ത്രീയ പിന്തുണയുണ്ട്. ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന നിമിഷം ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദവും ഹൃദയമെടുപ്പും പെട്ടെന്ന് മാറുന്നുണ്ട്. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ചിലർക്ക് തലചുറ്റൽ, കാഴ്ചമങ്ങൽ അല്ലെങ്കിൽ തളർച്ച പോലുള്ള അവസ്ഥകൾ അനുഭവപ്പെടാം. മെഡിക്കൽ ഭാഷയിൽ ഇത് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ വലതുവശം തിരിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾ കിടന്ന് പിന്നെ പതുക്കെ എഴുന്നേൽക്കുമ്പോൾ രക്തസമ്മർദ്ദം ക്രമാതീതമായി നിയന്ത്രിക്കപ്പെടും. ഇതിലൂടെ തലച്ചോറിലേക്ക് പോകുന്ന രക്തപ്രവാഹം ശരിയായ നിലയിൽ തുടരും. അതിനാൽ ഹൃദയവും തലച്ചോറും അപ്രതീക്ഷിത സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഇതൊരു ചെറിയ ശീലമെങ്കിലും അതിൻ്റെ ആരോഗ്യ പ്രഭാവം വലിയതാണ്. കൂടാതെ മനഃശാസ്ത്രപരമായും ഈ രീതിക്ക് പ്രാധാന്യമുണ്ട്. ഉറക്കം കഴിഞ്ഞ് നമുക്ക് ആദ്യമായി ഉണ്ടാകുന്ന മനോഭാവം ആ ദിവസം മുഴുവൻ നമ്മുടെ പ്രവർത്തനശേഷിയെയും ഉന്മേഷത്തെയും ബാധിക്കും. വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുകയും മനോവികാരങ്ങളെ സമതുലിതമാക്കുകയും ചെയ്യും. ഇതുവഴി ഉണർന്ന ഉടൻ ഉണ്ടാകുന്ന ഉത്സാഹവും പോസിറ്റീവ് എനർജിയും വർദ്ധിക്കും. യോഗശാസ്ത്ര പ്രകാരം മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന നാഡികൾ രണ്ടാണ്. ഇടനാഡി, അതായത് ചന്ദ്രനാഡിയും വലനാഡി, അതായത് സൂര്യനാഡിയും. ഇടതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഇടനാഡി സ്വാഭാവികമായും സജീവമായും അതിലൂടെ ശരീരത്തിൽ ശാന്തതയും ആത്മസ്ഥിരതയും ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ രീതിയെ ഒരുതരം മൈൻഡ് ബോഡി ബാലൻസിങ് പ്രക്രിയയായി കണക്കാക്കാം. മനുഷ്യൻ ജീവിതത്തെ നയിക്കുന്നത് ശാരീരിക ആരോഗ്യത്തോടൊപ്പം ആത്മീയ ബോധത്തെയും മാനസിക സമത്വത്തെയും ആശ്രയിച്ചാണ്. നമ്മുടെ പാരമ്പര്യങ്ങൾ അതിൻ്റെ സംയോജനങ്ങളാണ്. കിടക്കയിൽ നിന്ന് വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കണം എന്ന ആചാരവും അതുപോലെ തന്നെയാണ്. ഇത് വെറും ആചാരമല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഹിതത്തിനായി രൂപപ്പെട്ട ജീവിതശൈലിയാണ്. പണ്ഡിതർ പറയുന്നത് പോലെ ദക്ഷിണ ഭാഗം മംഗളദിശയാണ്. അതിനാൽ ദിവസത്തിൻ്റെ തുടക്കം വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കുന്നതിലൂടെ മംഗളവും മനസ്സന്തോഷവും ഉൾക്കൊള്ളുന്നു. ചില ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഇതിനെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന ശീലമെന്ന നിലയിലും കാണുന്നു. ഭൗതികമായും ആത്മീയമായും സമതുലിതമായ ജീവിത രീതിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് ഈ പാരമ്പര്യങ്ങളുടെ ലക്ഷ്യം. ഇന്നത്തെ ശാസ്ത്രീയ കാലഘട്ടത്തിലും ഈ രീതിക്ക് പ്രസക്തിയുണ്ട്. കാരണം ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും മാനസിക സമാധാനം നൽകുകയും ചെയ്യുന്നു. ചെറിയ ശീലമെന്ന് തോന്നിച്ചാലും വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കുന്നത് ശരീരത്തിൻ്റെ ബയോരിതത്തിന്, പ്രാണപ്രവാഹത്തിന്, ഹൃദയ ആരോഗ്യത്തിനും ആത്മീയ ഉണർവിനും ഗുണകരമാണ്. പഴയകാല പണ്ഡിതന്മാർ അനുഭവങ്ങളിലൂടെ കണ്ടെത്തിയ ഈ മാർഗങ്ങൾ ഇന്ന് നമുക്ക് ഒരു സുസ്ഥിര ജീവിത പാഠം
നൽകുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പ്രഭാതവും വലതുവശം തിരിഞ്ഞ് ശാന്തമായി നന്ദിയോടെ എഴുന്നേൽക്കുക എന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സമഗ്രമായ സമതുലിതാവസ്ഥ നൽകുന്ന ഒരു പ്രാചീനവും സുതാര്യവുമായ ജീവിത സൂത്രമാണ്. നന്ദി, നമസ്കാരം.